മലയോരത്ത് ആദ്യമായി പപ്പായ കൃഷി ചെയ്ത് വിജയഗാഥ തുടരുകയാണ് ബിനീഷ് താരാമംഗലം. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. കാർഷിക മേഖലയിൽ നിന്നും കർഷകർ പിന്തിരിയുമ്പോൾ ചിലരെങ്കിലും കൃഷിയിലെ വ്യത്യസ്തത അന്വേഷിക്കുകയാണ്. ഇത്തരത്തിൽ മലയോരത്ത് ആദ്യമായി പപ്പായ കൃഷി ചെയ്ത് വിജയഗാഥ തുടരുകയാണ് ബിനീഷ് താരാമംഗലം. ആലക്കോട് പഞ്ചായത്തിലെ രൈരോം പള്ളിപ്പടിയിൽ തന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ പപ്പായ കൃഷി. അധ്യാപകൻ കൂടിയായ ബിനീഷും പിതാവ് ജോയിയും മാതാവും ചേർന്നാണ് വീടിനടുത്തുള്ള സ്ഥലത്ത് 350 ചുവട് പപ്പായ കൃഷി ആരംഭിച്ചത്. 8 മാസമാകുമ്പോൾ വിളവെടുക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിളവായ കൃഷിയിടത്തിലെ കുറച്ചു ഭാഗം പപ്പായ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ പപ്പായ കൃഷിക്ക് ഇവിടം നല്ലതാണ് എന്നും ബിനീഷ് അഭിപ്രായപ്പെട്ടു. നമ്മൾ ജൂലൈ നട്ടതാണ്. ഒരു 8 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും. അപ്പം ഇപ്പം തന്നെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം വിളവെടുപ്പ് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട്. അടുത്ത മാസം വിളവെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കൃഷി തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കുമായിരുന്നു. അപ്പം നല്ല വെയിലുള്ള സ്ഥലമാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിയ സാധനം എന്നാന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കപ്പളം, റെഡ് ലേഡി, തൈവാൻ എന്ന് പറയുന്ന ഇനം നല്ലതാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ നമ്മൾ മലയോരത്ത് ഇല്ലാത്തൊരു കൃഷിയാണല്ലോ. അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ആദ്യം ഒരു 250 വെച്ചു. അത് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 100 കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. തലശ്ശേരിയിൽ കോളേജ് അധ്യാപകനായ ബിനീഷ് ഒഴിവു സമയം മുഴുവനും കൃഷിയിടത്തിൽ തന്നെ ചിലവഴിച്ചാണ് ഇതിന് പരിചരണം നടത്തുന്നത്. പപ്പായ കൃഷി കാണാനും കൃഷി രീതി പഠിക്കാനും നിരവധി ആളുകളും ഇവിടെ എത്തുന്നുണ്ട്. പപ്പായ വിളവെടുപ്പിന് പാകമായതോടെ ഇത് വിറ്റഴിക്കാൻ മാർക്കറ്റ് കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ബിനീഷും കുടുംബവും. പരമ്പരാഗത കൃഷിരീതികൾ പലതും നഷ്ടമാവുമ്പോൾ കാർഷിക രംഗത്തെ പുത്തൻ രീതി മറ്റ് കർഷകർക്കും പ്രചോദനമാവും എന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.